പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ് ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ ഒരു ഡെമോയാണ്. ആ സാംസങ് റെഫ്രിജറേറ്ററിൽ തന്നെ നിങ്ങൾക്ക് കൺവെർട്ടബിൾ ഓപ്ഷൻ വരുന്ന ഫ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡെമോയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഫ്രീസർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും താഴെ -15 എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറാണ് വരുന്നത്. -23 എന്ന് ഏറ്റവും കൂടിയ ടെമ്പറേച്ചറാണ്. നിങ്ങൾക്ക് അതിൽ തന്നെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു പവർ ഫ്രീസർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രീസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പവർ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഫ്രിഡ്ജ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് കിടക്കുന്ന 1 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ വരുന്നത്. ഏറ്റവും താഴത്ത് വരുന്നത് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറാണ്. അതിൽ നിങ്ങൾക്ക് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ പവർ കൂൾ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂളിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പവർ കൂൾ ഓപ്ഷൻ വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഫ്രീസർ കൺവേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ഫ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആവും. അതിൽ നിങ്ങൾക്കിപ്പം ഫ്രിഡ്ജ് ടോട്ടലായിട്ട് തന്നെ നിങ്ങൾക്ക്, അതായത് ഫ്രീസർ പോർഷൻ ഉൾപ്പെടെ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജായിട്ട് ഇപ്പം കൺവേർട്ട് ആവുന്നതാണ്. അതായത് ഈ ഒരു ഫ്രീസർ പോർഷൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ ഓഫായിട്ടുണ്ട്. ആ ഫ്രിഡ്ജ് പോർഷൻ മാത്രമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ തന്നെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് തന്നെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ തന്നെ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ, അതായത് ഫ്രീസറിൻ്റെ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജ് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ ഫ്രീസർ പോർഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഓൺ ആയിരിക്കുന്നത്, ഫ്രീസറിൻ്റെ ഓപ്ഷൻ ഓഫായിട്ടിരിക്കും. നിങ്ങൾക്കത് വീണ്ടും നിങ്ങൾക്ക് പഴയതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ പഴയതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരുപാട് 5 മോഡായിട്ട് തന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്. അപ്പം സാംസങ്ങിൻ്റെ 5-in-1 കൺവെർട്ടബിൾ ഫ്രിഡ്ജിനെ കുറിച്ച് ഞാൻ ഇത്രയും നേരം വിവരിച്ചു തന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.